കാര്യം കൂടി ശ്രീ പണിക്കർ, ഇപ്പോൾ ഇത് നടപ്പിലാക്കില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടി ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്, കേരളം നടപ്പിലാക്കുകയില്ല എന്ന്. സാങ്കേതികമായി അതെങ്ങനെ സാധ്യമാകും? സാങ്കേതികമായിട്ടല്ല, നിയമപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ ആ പ്രസ്താവന നടത്തുന്നതിന് മുഖ്യമന്ത്രിക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല, അവകാശമില്ല. ഇത് നടപ്പാക്കാതിരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുകയുമില്ല. കാരണം പൗരത്വം എന്ന് പറയുന്ന കാര്യം, അതിന്റെ തന്നെ എല്ലാ കണ്ടീഷൻസും ക്ലോസസും, പൗരത്വം നൽകുക, ഒരാളിന്റെ പൗരത്വം ഇല്ലാതെയാക്കുക, പൗരത്വവുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ കൊണ്ടുവരിക, ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും യൂണിയൻ ലിസ്റ്റിലുള്ളതാണ്. അതായത് പാർലമെന്റിന് മാത്രം നിയമം കൊണ്ടുവരാൻ കഴിയുന്ന, കേന്ദ്ര സർക്കാരിന് മാത്രം ഒരു നിയമമാണെങ്കിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പൗരത്വം. പൗരത്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന് മാത്രം തീരുമാനിക്കാനുള്ളതാണ്. പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടോ അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സുമായിട്ട് സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ടോ നടപ്പാക്കുകയില്ല എന്ന് പറയാനോ ആർക്കൊക്കെ നടപ്പാക്കാമെന്നുള്ള വിവേചനത്തിനുള്ള അധികാര അവകാശങ്ങൾ കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ, സംസ്ഥാന സർക്കാരിനില്ല. ഇതിപ്പോ നമ്മൾ ഈ പറയുന്നത് പോലെ ഇത് വെച്ച് നമ്മുടെ നാട്ടിൽ ഭീതി വിതച്ചുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിയമം വരുന്നു, നിങ്ങളുടെ സംരക്ഷകൻ ഞാനാണ് എന്ന് പറഞ്ഞ് പൊളിറ്റിക്കലായിട്ട് ഇവരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ ഇത് നടപ്പാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, ബംഗാളിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇത് പാസ്സാക്കും. ഇവർക്കുള്ള അധികാരം എന്താണ്? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ഹസ്കർ, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കട്ടെ, ഭരണഘടനയുടെ ഏത് പ്രൊവിഷൻ വെച്ചിട്ടാണ് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട യൂണിയൻ ലിസ്റ്റിലുള്ള ഏത് കണ്ടീഷൻ പ്രകാരമാണ് അദ്ദേഹം കൂടി പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ പറയുന്നത് ഇവിടെ ഇത് നടപ്പാക്കില്ല? അങ്ങനെ നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്, സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് പലരും, മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്, ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുമുണ്ട്. അതല്ലാതെ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? നടപ്പിലാക്കാതിരിക്കാൻ എങ്ങനെ പറ്റും? മഞ്ജുഷേ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 15 ഒരു പൗരന് നൽകുന്ന അവകാശം എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഒരു പൗരനോടും ജാതി, മത, ലിംഗ, ജന്മദേശങ്ങൾ കാരണങ്ങൾ കൊണ്ട് വിവേചനം കാണിക്കുവാൻ പാടില്ല എന്ന് ഭരണഘടന നൽകുന്ന അവകാശമുണ്ട്. പൗരനോട് ലംഘനമാണ് അനുച്ഛേദം 15. പൗരനോട് ശ്രീ ഹസ്കർ, പൗരനല്ല ഇവിടെ പൗരത്വം നൽകുന്നത്. പൗരത്വം കിട്ടാത്ത ആളുകളാണല്ലോ, അവർക്ക് പൗരത്വം നൽകുകയാണല്ലോ. പൗരത്വം ഇല്ലാത്തവർ ഈ പരിധിയിൽ വരില്ലല്ലോ, ഭരണഘടനയുടെ പരിധിയിൽ വരില്ലല്ലോ. ഞാൻ മഞ്ജുഷേ, പൗരൻ എന്ന് പറയുന്നത് ജന്മം കൊണ്ടോ അല്ലെങ്കിൽ പൗരത്വം നേടിയതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ ആളുകളും പൗരത്വം മാത്രമല്ല ഉള്ളത്. 1971 മുമ്പ് ഇന്ത്യയിൽ കടന്നുകൂടിയിട്ടുള്ള അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പിതാമഹന്മാരോ പ്രതിപിതാമഹന്മാരോ അവരുടെ പൗരത്വ രേഖകൾ അഭയാർത്ഥികളായിരുന്നു എന്ന് കാണിക്കുന്നതിന് കഴിയാതെ വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവരും ഇന്ത്യൻ പൗരന്മാരല്ലാതായി തീരും. സിഖ് മതക്കാരും പാകിസ്ഥാനിൽ നിന്ന് കുടിയേറേണ്ടി വന്നിട്ടുള്ള അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ള അവരെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. ആസാമിൽ മാത്രമല്ലേ? അതല്ല, ആസാമിൽ മാത്രമല്ലേ? ഏത് കണ്ടീഷൻ പ്രകാരമാണ് അത് ഇന്ത്യ? 1985 ആസാം അതാണ് നിയമത്തിന്റെ ലംഘനമാണ് അത് വരുന്നത്. അല്ല, കാരണം താങ്കൾ ഈ പറയുന്നത് ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള കാര്യമല്ല, ആസാമിൽ മാത്രം ബാധകമായതാണ്. അതിനൊരു ചരിത്രമുണ്ട്. അതായത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ഒരു സെക്കൻഡ്, ഇന്ത്യ സ്വാതന്ത്ര്യം ഞാൻ വരാം. ഇപ്പോൾ VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, ഇക്കാര്യത്തിൽ നിലപാട് പറയുന്നതിന് വേണ്ടിയാണ്. VD സതീശന്റെ വാക്കുകളിലേക്ക്. ചർച്ചകൾക്ക് ശേഷം ചെയ്യേണ്ടതല്ലേ? പാർലമെന്റിൽ ഉൾപ്പെടെയുള്ള വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കണ്ടേ? രാജ്യത്ത് എത്രയോ പേരിലാണ് ഉത്കണ്ഠ ഉണ്ടായിരിക്കുന്നത്. ഈ രാജ്യത്ത് നിങ്ങൾ ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഭരണകൂടത്തിന് എന്താ അവകാശമുള്ളത്? ഭരണകൂടമാണ് അത് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ. നമുക്ക് നമ്മുടെ പൗരത്വത്തെ ഒരു ഇത്രയും വിഭാഗീയ ചിന്താഗതിയുള്ളവർ നയിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ പൗരത്വത്തെ തീരുമാനിക്കും എന്ന് പറയുന്നത് രാജ്യത്ത് എത്രമാത്രം ഉത്കണ്ഠയാണ് വിതയ്ക്കുന്നത്. ഇത് നമ്മുടെ രാജ്യമാണോ എന്നൊരു വിഭാഗം ആളുകളിൽ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അപകടകരമായ നിലയിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ഇവര് ഉദ്ദേശിക്കുന്നത് ഈ വർഗീയ ധ്രുവീകരണമാണ്. ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പോളറൈസേഷനാണ്, കമ്മ്യൂണൽ പോളറൈസേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രാണപ്രതിഷ്ഠ നടത്തി മതത്തെയും രാഷ്ട്രീയത്തെയും കലർത്തി കാണിച്ച നാടകങ്ങളെല്ലാം ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയാണിത്. അത് വിലപ്പോകാതെ വന്നപ്പോൾ അടുത്ത ആയുധമാണ്, ഇവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും അതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് അതിനെ ശക്തമായി ആത്മവിശ്വാസത്തോടെ നേരിടും.
അല്ല നമുക്ക് അല്ല സംസ്ഥാനത്തല്ല രാജ്യത്ത് നടപ്പാക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഒരു കാരണവശാലും. ഈ പ്രാവശ്യം എല്ലാ വിഭാഗങ്ങളിലുള്ള മത സാമുദായിക സംഘടനകൾ UDF-ന് വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരാണ് എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. ശ്രീ ഹസ്കർ, താങ്കൾക്ക് തുടരാം. ഇതിൽ നിയമപരമായിട്ടുള്ളൊരു പ്രശ്നം സംസ്ഥാനത്ത് നടപ്പിലാക്കാനാവുമോ, ഭരണഘടനാപരമായിട്ട് എങ്ങനെ അതും സാധിക്കുന്നത്, ഇതിനെ സംബന്ധിച്ച് ഒരു സർവേ നടത്തേണ്ടതിന്റെ ആവശ്യകത കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് സംസ്ഥാനത്ത് ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള ആർജവം കാണിച്ചത്. ആ ആർജവം നിയമസഭ നടാടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു നിലപാടെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ജനാധിപത്യ ബോധത്തിന്റെയും ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും ഇന്ത്യയുടെ നിയമങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ കൂടി ഫലമായിട്ടാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഈ നിയമം നടപ്പിലാക്കുന്നത് വഴി IB-യുടെ കണക്കു പ്രകാരം ഇന്ത്യ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 30,000 ആളുകൾക്ക് മാത്രമേ ഗുണഭോക്താക്കളായിട്ടുള്ളൂ. ഈ നിയമ ഭേദഗതിയിലൂടെ മറിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്ത്യയിൽ മുസ്ലിങ്ങളായതിന്റെ പേരിൽ, അഭയാർത്ഥികളായി എത്തിയതിന്റെ പേരിൽ അവരുടെ പൗരത്വം നിഷേധിക്കപ്പെടുകയും അവർ തങ്ങളുടെ പൗരത്വം തെളിയിക്കപ്പെടാൻ ബാധ്യസ്ഥരാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ വ്യക്തിപരമായി നിലവിൽ പൗരത്വമുള്ളവർക്കല്ലല്ലോ അല്ലേ? അങ്ങനെയല്ലല്ലോ. മാത്രമല്ല അങ്ങനെ മാത്രം ഇതിനെ കാണാൻ കഴിയില്ല മഞ്ജുഷ്. ഞാൻ ഇതിലൊരു വളരെ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് 2 പേർ 1900 സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലേക്ക് കുടിയേറുകയും അതിനുശേഷം അവരുടെ കുടുംബാംഗങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുകയും കേരളത്തിൽ ജോലി ചെയ്യുകയും അവരുടെ മക്കൾ ഇവിടെ ജനിക്കുകയും അതിനുശേഷം ആ മക്കൾ വിവാഹിതരാവുകയും അവരുടെ കൊച്ചുമക്കൾ കേരളത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം, അവരുടെ പേരിൽ സർനെയിം ഉള്ളതിന്റെ പേരിൽ അവർക്ക് പാസ്പോർട്ട് നിഷേധിച്ചതിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഒരു കേസായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി ഇവിടെ ജനിക്കുകയും ഇവിടെ പഠിക്കുകയും ഇവിടെ വളരുകയും ചെയ്തിട്ട് തന്റെ സർനെയിം നേപ്പാളി സർനെയിം ആയതുകൊണ്ട് തനിക്ക് പാസ്പോർട്ട് നിഷേധിക്കുകയും തന്റെ പൗരത്വം തെളിയിക്കേണ്ട ബാധ്യതയിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ നിരവധി ആളുകൾക്ക് ഇത്തരം ഈ നിയമം ഭേദഗതി നടപ്പിലാകുന്നതോടുകൂടി ഇന്ത്യയിൽ നിരവധി ആളുകൾക്ക് തങ്ങളുടെ പൗരത്വം തെളിയിക്കേണ്ടതായി വരികയും അങ്ങനെ തെളിയിക്കാൻ ചെല്ലുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ആ സന്നിഗ്ധ ഘട്ടത്തിൽ അവരുടെ പൗരത്വം അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുകയും ചെയ്യും. നമുക്കൊരു നാം ഈ അത് വർഷത്തിന്റെ കാര്യത്തിലല്ലേ വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടെ ഈ 5 വർഷം എന്നുള്ള കാലയളവ് ഈ 6 വിഭാഗങ്ങൾക്കും, ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും സിഖ്, പാഴ്സി, ജൈനർ, ബുദ്ധ ഇവർക്കും കിട്ടും. ബാക്കി മുസ്ലിങ്ങൾക്ക് അതില്ല. അങ്ങനെയല്ലേ വരുന്നുള്ളൂ. ഇവിടെ വിഷയം മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? എന്തുകൊണ്ട് അങ്ങനെ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെടണം ഒരു മതേതര രാജ്യത്ത്? ഇന്ത്യയുടെ സംസ്കാരം ഇന്ത്യ ആർജിച്ച നാളിതുവരെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് ഈ 5-ലും ഉൾപ്പെടുകയില്ല. ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവർ ഈ 5-ലും ഉൾപ്പെടുകയില്ല, ഏത് വിഭാഗത്തിലുള്ളവരായാലും. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ. ഈ 5-ൽ ഉൾപ്പെടാം. ഏറ്റവും പ്രധാനമായി ഈ നിയമ ഭേദഗതിയെ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മതപരമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ സുന്നികൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് അവിടെ ഷിയാക്കൾ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ ആ രാജ്യത്ത് നിന്ന് അഭയാർത്ഥികളായി ഇന്ത്യയിലെത്തിയാൽ അവർ മുസ്ലിങ്ങൾ ആയതുകൊണ്ട് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നതിന് വരുമ്പോൾ മതപീഡനമേ വരുന്നുള്ളൂ. ന്യൂനപക്ഷമല്ല. പാകിസ്ഥാനിലെ ന്യൂനപക്ഷം ഏതാണ്? പാകിസ്ഥാനിലെ ന്യൂനപക്ഷം ഏതാ? പാകിസ്ഥാനിലെ ന്യൂനപക്ഷം ഹിന്ദുക്കളും സിഖുകാരുമാണോ അതോ ഷിയകളാണോ? ഗവൺമെന്റിന്റെ കണക്ക് അല്ല അല്ല അല്ല
അങ്ങനെ അല്ല. തരംതിരിക്കാൻ ആവില്ല. റിലീജിയസ് മൈനോറിറ്റി അല്ല ഷിയാസ്. അല്ല, മൈനോറിറ്റി ഹസ്കർ, താങ്കളുടെ കൂടി മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയരുത്. ഡിഫൈൻ ചെയ്യുമ്പോ അതിനെ റിലീജിയസ് മൈനോറിറ്റി, സെനറ്ററി മൈനോറിറ്റി എന്ന് പറഞ്ഞ് റിലീജിയസ് മൈനോറിറ്റി വ്യക്തമായിട്ട് ഇതിൽ മൈനോറിറ്റി ഈസ് മൈനോറിറ്റി. അങ്ങനെ പറയല്ലേ ശ്രീ ഭാസ്കർ, അങ്ങനെ പറയല്ലേ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഓരോ സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരെയും കിട്ടും. നമ്മള് ഒരു സെക്കൻഡ്, മഹാരാഷ്ട്രയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാഗാലാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഹിന്ദുക്കൾ മൈനോറിറ്റി ആയിരിക്കും. കൂടുതൽ മറ്റുള്ള ആൾക്കാരാണ് ഉള്ളതെങ്കിൽ, ക്രിസ്ത്യൻസ് ആണ് അവിടെ കൂടുതലുണ്ടെങ്കിൽ, ഗോവയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹിന്ദുക്കൾ മൈനോറിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞ് മൈനോറിറ്റി റൈറ്റ്സ് എല്ലാം നിങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുക്കുമോ? വെറുതെ എന്തൊക്കെ അസംബന്ധമാണ് ഇതിന്റെ പേരിൽ പറയുന്നത്. റിലീജിയസ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒന്നേ ഉള്ളൂ. അത് സംസ്ഥാനം അനുസരിച്ചല്ല, സെക്ട് നോക്കിയിട്ടല്ല. പാകിസ്ഥാനിൽ അംഗീകൃതമായിട്ടുള്ള റിലീജിയസ് മൈനോറിറ്റിയിൽ ഹിന്ദുക്കളും സിഖുകാരുമുണ്ട്. ഷിയാകൾ എന്ന് പറയുന്നത് അവിടുത്തെ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. താങ്കൾ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ആശങ്കയുള്ള ഒരു വിഷയത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഭീതി വിതയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്താതിരിക്കുക. ഇത് ഭീതിയല്ല, നമുക്ക് ഈ രാജ്യത്ത് നിൽക്കാനാവുമോ എന്ന ഭയം ഓരോ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ മുഴുവൻ അബദ്ധമുണ്ട്. ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം കൂടി ഞാൻ പറയാം. അദ്ദേഹം ഇവിടെ ആർട്ടിക്കിൾ 15 അനുസരിച്ചുള്ള വിവേചനത്തിനെ പറ്റി പറഞ്ഞു. ആർട്ടിക്കിൾ 15 ടെക്സ്റ്റിൽ പറയുന്നത് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി സിറ്റിസൺ എന്നാണ്. അതായത് ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ യാതൊരു തരത്തിലും വിവേചനം ചെയ്യാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് ശ്രീ ഹസ്കർ അതിനെ വളച്ചൊടിച്ചത്. അതായത് വിദേശത്ത് നിന്നുള്ള ഒരു ബംഗ്ലാദേശിയോ ഒരു പാകിസ്ഥാനിയോ അഫ്ഗാനിസ്ഥാനിയോ ആയിട്ടുള്ള ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാളിന് നിയമം നൽകുന്ന സമയത്ത് ഈ പൗരത്വം നൽകിയ ശേഷമാണ് അയാൾ ഇന്ത്യക്കാരനാകുന്നത്. അതിനു മുമ്പ് അയാൾ ഒരു വിദേശിയാണ്, അയാൾ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആണ്. അങ്ങനെയുള്ള ഒരാളിനെ ആർട്ടിക്കിൾ 15 ഉള്ളിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നു. പറ്റില്ല. ഇന്ത്യൻ ഭരണഘടന വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. താങ്കൾ ആർട്ടിക്കിൾ 14 എടുത്ത് നോക്കൂ. അവിടെ ഒരു സിറ്റിസൺ എന്നല്ല പറയുന്നത്, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി പേഴ്സൺ എന്നാണ്. തുല്യതയുമായി ബന്ധപ്പെട്ട് അവിടെ പറയുന്നത് എന്താണ്? എനി പേഴ്സൺ. അയാളുടെ സിറ്റിസൺഷിപ്പിന് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. സിറ്റിസൺസിനെ പറ്റി പറയുന്ന സമയത്താണ് ജെൻഡർ കൊണ്ടോ മതം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടോ നമ്മൾ വ്യത്യസ്തരാക്കരുത് എന്ന് പറയുന്നത്. താങ്കൾ ഒരു അഭിഭാഷകനായിട്ടുള്ള താങ്കൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന